ആദ്യമായി ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും അതിൽ സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചില ചോദ്യങ്ങളും ആളുകളുടെ ഒരു മനോഭാവവും മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതി. ട്രേഡിംഗ് ഒരു ഉപജീവന മാർഗമാണോ? ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ അവരിഷ്ടപ്പെടാത്ത ജോലികളിൽ നിൽക്കുന്ന പലരും എന്നാൽ അതെല്ലാം അവസാനിപ്പിച്ച് നല്ല രീതിയിൽ ട്രേഡിംഗ് പഠിച്ച് ട്രേഡിംഗ് ചെയ്താലോ എന്ന് ആലോചിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. അവരൊക്കെ അവരുടെ അനുഭവങ്ങളും ജീവിത കഥകളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാൻ തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പങ്കുവെക്കാൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരായ പലരും പറയാറുണ്ട്, എനിക്ക് ഡെയിലി 500 രൂപ മതി അല്ലെങ്കിൽ 1000 രൂപ മതി എന്ന് പറയും. പക്ഷേ ഡെയിലി 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊരു ബിസിനസ് ആണ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സുകാരനും പറ്റാത്തതുപോലെ അവർക്ക് സീസൺ ടൈം ഉണ്ടാകും, സീസൺ അല്ലാത്ത ടൈം ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ തീരെ കച്ചവടം നടക്കാത്ത ചില കച്ചവടക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, കടയിലേക്ക് ഒരു മനുഷ്യൻ കയറുന്നു പോലുമില്ല എന്നൊക്കെ പറയുന്നത് പോലെ തീരെ കച്ചവടം നടക്കാത്ത ദിവസങ്ങളും ഉണ്ട്. ഇത് ഒരു ബിസിനസ് ആണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ നിയമം അനുസരിച്ചിട്ട് ഒരു ഇൻട്രാഡേ ട്രേഡിലൂടെ കിട്ടുന്ന പണത്തെ ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ് ആണ് എന്ന ചിന്ത നമുക്ക് എല്ലാ നിലക്കും ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. 500 രൂപ ദിവസം നമുക്ക് നിർബന്ധമായി കിട്ടണമെങ്കിൽ നമുക്ക് ജോലി മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ എന്താ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്? 500 രൂപ ദിവസം എന്നതിന് പകരം നമ്മളുടെ ചിന്താഗതി ഒന്ന് മാറ്റുക. 500 രൂപയല്ല, ഞാൻ മുടക്കുന്ന മുടക്ക് മുതലിന് എനിക്ക് എത്ര ശതമാനം ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഒരു ഇയറിലെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. വളരെ ലളിതമായ കണക്കുകളാണ്. ഇപ്പോൾ എല്ലാവർക്കും എക്സൽ അറിയാം, എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് അറിയാം. ഇന്നൊരു ദിവസം ട്രേഡ് ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയെന്ന് പിറ്റേ ദിവസം നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് ജേണലിൽ അല്ലെങ്കിൽ P&L സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നിന്ന് അത് കൃത്യമായി ടാക്സിന് ശേഷം എത്ര രൂപയുണ്ടെന്ന് ഗ്രീൻ കളറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും പ്രോഫിറ്റ് ആണെങ്കിൽ, ലോസ് ആണെങ്കിൽ റെഡിലും കാണിക്കുന്നുണ്ടാകും. ആ പ്രോഫിറ്റ് നമ്മൾ ആ എക്സൽ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ആ കാൽക്കുലേറ്റർ ഏതാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജേണലിൽ എൻ്റർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിന്റെ അവസാനം അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് എത്ര രൂപ ലാഭം ഉണ്ടാക്കി എന്നൊരു കണക്ക് നമുക്ക് കിട്ടുമല്ലോ. അപ്പം നമുക്ക് അറിയാൻ പറ്റും എനിക്ക് എന്ത് ലാഭമുണ്ട്, വാട്ട് ഇസ് മൈ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതാണ് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവേണ്ട ബേസിക് അച്ചടക്കം. ഏതൊരു ബിസിനസ്സിൽ ഉണ്ടാവേണ്ടതാണ്, ട്രേഡിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവും ഏതൊരു ഭാഗത്താണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന്. നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണ്. അപ്പോൾ 500 രൂപ ദിവസം അല്ലെങ്കിൽ 1000 രൂപ ദിവസം എന്നൊരു കൂലി നിശ്ചയിക്കുന്നതിന് പകരമായി ഇതൊരു ബിസിനസ് ആണ്, ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് ROI ആണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതിന് ഞാൻ എത്രത്തോളം എക്യുപ്ഡ് ആണ്, അതിന് ഞാൻ എത്രത്തോളം പ്രാപ്തനാണ്, ഈ ഒരു കാര്യം തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടതും നമ്മളിൽ തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരേ സമയം നമുക്ക് ഒരു ബിസിനസ്സുകാരൻ്റെയും ഒരു പ്രൊഫഷണലിൻ്റെയും മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ബിസിനസ്സുകാരൻ എപ്പോഴും ഈ ROIയുടെ ടേമിൽ മാത്രം ചിന്തിക്കുന്നു, അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്തതിന് എന്ത് തിരികെ കിട്ടും എന്ന് ചിന്തിക്കുന്നു. അതേസമയം ഒരു പ്രൊഫഷണൽ ആവട്ടെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എബിലിറ്റി ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെടുത്താനും ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് വരാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ട്രേഡിങ്ങിലും നമ്മൾ ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് മാറി വരുന്ന മാർക്കറ്റ് സൈക്കിളുകളിലും മാർക്കറ്റ് സാഹചര്യങ്ങളിലും പുതുതായി വരുന്ന പല ട്രെൻഡുകളിലും നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ കഴിയൂ എന്ന ഒരു നല്ല ബോധ്യത നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ട്രേഡിംഗ് എന്നത് ഒരാൾക്ക് ഓടി വന്ന് പഠിച്ച് പെട്ടെന്ന് തന്നെ പണം ഉണ്ടാക്കാവുന്ന ഒരു ഈസി ഗെയിം അല്ല. ഇതിന് കൃത്യമായ ഡിസിപ്ലിനോട് കൂടിയ പഠനവും അച്ചടക്കവും കൃത്യമായ മണി മാനേജ്മെന്റും മൈൻഡ് സെറ്റും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലൊരു മികച്ച ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അതിന് പറ്റട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.